പോലെ നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. ഒല്ലൂർ സീറ്റിൽ വരത്തന്മാർ വേണ്ടെന്ന് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുകൾ. മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ KPCC പ്രസിഡന്റിന് കത്തയച്ചു. വാഴാനി ഡാം റിസർവോയറിന് സമീപം കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വെറ്ററിനറി സർജൻ എത്തും. ചാഴൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. തേവർ റോഡ്, പൊട്ടിച്ചിറ പ്രദേശങ്ങളിലെ 1000-ഓളം വീട്ടുകാർ കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നു. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള എമർജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുങ്ങുന്നു. 15 ഹെക്ടർ വരുന്ന വലിയ ജലാശയം സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി കൈമാറുന്നു. പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. മാപ്രാണം വർണ്ണ സിനിമാസ് ഇരിങ്ങാലക്കുട നഗരസഭാ അധികൃതർ അടച്ചുപൂട്ടി. ലൈസൻസ് പുതുക്കാതിരുന്നതിനെ തുടർന്നാണ് സിനിമാ തിയേറ്റർ പൂട്ടി സീൽ ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. ഒല്ലൂർ സീറ്റിൽ കോൺഗ്രസിന് വരത്തന്മാർ വേണ്ടെന്ന് വ്യാപക പോസ്റ്ററുകൾ. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ. മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കത്തയച്ചു. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, MP വിൻസെന്റ്, സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകളും മണ്ഡലത്തിൽ സജീവ ചർച്ചയായി ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒല്ലൂരിൽ കോൺഗ്രസ് പ്രാദേശികവാദം ഉയർന്നത്. വാഴാനി ഡാം റിസർവോയറിന് സമീപം കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വെറ്ററിനറി സർജൻ എത്തും. തൃശൂർ, എറണാകുളം ജില്ലകളുടെ ചുമതലയുള്ള ഡോക്ടർ ബിനോയാണ് ആനയെ പരിശോധിക്കാൻ എത്തുന്നത്. നിരീക്ഷണത്തിന് വനംവകുപ്പ് പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുകാലിൽ നിന്ന് പഴുപ്പൊഴുകി അതീവ അവശനിലയിലായ കൊമ്പന് നടക്കാനും തീറ്റയെടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഭൂരിഭാഗം സമയത്തും കൊമ്പൻ വനത്തിന് പുറത്താണ് നിൽക്കുന്നത്. വേദന അസഹനീയമാകുമ്പോൾ ഡാമിലിറങ്ങി മുങ്ങിക്കയറും. മദപ്പാടിന്റെ ലക്ഷണങ്ങൾ ഉള്ളതായും സംശയമുണ്ട്. കൂട്ടാനകളുടെ കുത്തേറ്റാണ് ഗുരുതര പരിക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. വാഴാനി ഡാം കെട്ടിന് സമീപത്ത് നിന്ന് 3 കിലോമീറ്ററോളം ദൂരമുണ്ട് ആന നിലകൊള്ളുന്ന പീച്ചി വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിലുള്ള പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ. ഇതിനുശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളും. ചാഴൂർ പഞ്ചായത്തിലെ 8-9 വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വെള്ളം കിട്ടാതായിട്ട് ആഴ്ചകളായെന്നും വിഷയത്തിൽ വാട്ടർ അതോറിറ്റിക്കും പഞ്ചായത്തിനും നിസ്സംഗതയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തേവർ റോഡ്, പൊട്ടുച്ചിറ പ്രദേശങ്ങളിലെ 1000-ഓളം വീട്ടുകാരാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമാണ്. അതിനാൽ ഇവിടത്തുകാർക്ക് ഏക ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വരുന്ന വെള്ളം മാത്രമാണ്. എന്നാൽ വിവിധ സ്ഥലങ്ങളിലെ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി കാരണം പലപ്പോഴും ദിവസങ്ങൾ കഴിഞ്ഞാണ് വീടുകളിലും പൊതു ടാപ്പുകളിലും ശുദ്ധജലം എത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 3 ദിവസം കൂടുമ്പോൾ വന്നിരുന്നു. ആ വെള്ളം ഇപ്പോൾ ഒരാഴ്ച മേലെയായി വന്നിട്ട്. അതുകൊണ്ട് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക്, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കുടിവെള്ളം മസ്റ്റാണ്. എത്രയും പെട്ടെന്ന് അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ഞങ്ങൾ പൈസ കൊടുത്തിട്ട് കിട്ടുന്ന കണക്ഷനാണ്. പക്ഷെ കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് 11 ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളം ഇല്ലാണ്ട് ഏയിനെ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അഥവാ റെസ്പോണ്ട് ചെയ്താൽ തന്നെ അവർ നാളെ വരും എന്നാണ് പറയുന്നത്. കോട്ടം ഭാഗത്ത് വെള്ളം പൊട്ടിയിട്ട് പോയി എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ തിങ്കളാഴ്ച എന്നിട്ട് വെള്ളം വന്നിട്ട് തിങ്കളാഴ്ച ഫുള്ളായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച കുറച്ച് നേരം വെള്ളം വന്നത് നിന്നു. അതിനുശേഷം ഇതുവരെ വെള്ളമില്ല. ഓരോ വീട്ടിലും ഞങ്ങൾ 4-5 ടാങ്ക് വാങ്ങിച്ചു വെച്ചിട്ടാണ് വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. എന്നും ഇവർക്ക് ടാങ്കിന്റെ പണിയാണ്, അല്ലെങ്കിൽ പൈപ്പ് പൊട്ടി. ഇന്നിപ്പോൾ ഒരാഴ്ച എൻ്റെ വാട്സപ്പിൽ വിളിച്ചപ്പോൾ അവർ അയച്ചു തന്നത് ഒരു പണി നടക്കുന്ന ഒരു വീഡിയോ ആണ് അവർ അയച്ചത്. കരാറുകാർക്ക് കൃത്യമായി പണം ലഭിക്കാത്തതാണ് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകുന്നതെന്ന് പറയുന്നു. വെള്ളം ലഭിക്കാത്തയിടങ്ങളിൽ പഞ്ചായത്ത് കുടിവെള്ള വിതരണം നടത്താറുണ്ടെങ്കിലും ഇത്തവണ അതും ഉണ്ടായിട്ടില്ല. MLA അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ MLA ഈ പ്രദേശത്ത് വന്ന് ഇടപെട്ടു. ജനങ്ങളുടെ
കാരണം എന്താണ് വെള്ളം കിട്ടാത്തതിൻ്റെ MLA-നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി കാണിക്കുന്നത്. MLA ഈ പറഞ്ഞ് ഇവിടെ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തു പോയി വന്നതിന് ശേഷം ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അതിൽ കൂടുതൽ വെള്ളം വന്നിട്ടില്ല. 30 ദിവസത്തിനുള്ളിൽ ആകെ വെള്ളം വന്നത് 3-4 ദിവസം മാത്രം. ശാശ്വതമായ പരിഹാരമില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. TCV ന്യൂസ്, തൃപ്രയാർ. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുക്കുന്നു. ഇത്തരത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് നൽകുമ്പോൾ സർക്കാർ ഫണ്ടിൽ 10 ലക്ഷം രൂപ ചിലവഴിച്ച് 5 വർഷം മുൻപ് വാങ്ങിയ ബോട്ടുകളും അതിനായി ഒരുക്കിയ ബോട്ട് ജെട്ടി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. അക്വാ ടൂറിസം പദ്ധതിക്കായി VR സുനിൽകുമാർ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് 2020-21 വർഷത്തിൽ അനുവദിച്ചത്. ഫാമിന്റെ പുറത്തെ ജലാശയത്തിൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യമൊരുക്കി പ്രാദേശിക ടൂറിസം പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനായി 6 ബോട്ടുകളാണ് വാങ്ങിയിരിക്കുന്നത്. 2 പേർക്ക് യാത്ര ചെയ്യാവുന്ന പെഡൽ, തുഴയൽ ബോട്ടുകളാണ് പദ്ധതിയിൽ വാങ്ങിയത്. കൂടാതെ ബോട്ട് ജെട്ടിയും ഓഫീസും നിർമ്മിച്ചു. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മാറ്റി 15 ഹെക്ടർ വരുന്ന വലിയ ജലാശയമാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നൽകുന്നത്. വനാമി ചെമ്മീൻ കൃഷി ചെയ്യുന്ന കുളത്തിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇതിനായി അനുവദിക്കുന്നത്. കൃഷിയിടങ്ങളിലേക്ക് സന്ദർശകരെ വിലക്കുന്ന തരത്തിൽ സുരക്ഷയുള്ള ഭാഗത്താണ് ഇക്കോ ടൂറിസം പദ്ധതിക്ക് സ്വകാര്യ മേഖലയ്ക്ക് അനുവാദം നൽകുന്നത്. നിലവിൽ വാങ്ങിയിട്ടുള്ള ബോട്ടുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയുണ്ടെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് കരാർ അടിസ്ഥാനത്തിൽ നൽകാൻ കഴിയുമെന്നാണ് അഡാക് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഇക്കോ ടൂറിസം പദ്ധതിയിൽ സീഫുഡ് ഉൾപ്പെടെയുള്ള ഭക്ഷണശാല, അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനം, ബോട്ടിംഗ്, മറ്റു ഇലക്ട്രിക്കൽ വാഹനങ്ങളിലെ സവാരികൾ, താൽക്കാലിക ഫാം ഹട്ട്, ഫാം സ്കൂൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം, പൂന്തോട്ടം, അക്വേറിയം എന്നിവ ഒരുക്കാവുന്നതാണെന്ന് ടെൻഡർ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, മാള. പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. 3 മുതൽ 8% വരെ കിഴിവ് നടത്തിയാണ് സ്വകാര്യ മില്ലുകൾ നെല്ല് കൊണ്ടുപോയത്. കിലോയ്ക്ക് 30 രൂപയ്ക്കാണ് ഇത്തവണ നെല്ല് സംഭരിക്കുന്നത്. 3 ആഴ്ചയോളം കർഷകർ ടാർപോളിൻ വാടകയ്ക്കെടുത്താണ് നെല്ല് സൂക്ഷിച്ചിരുന്നത്. ടാർപോളിൻ വാടകയ്ക്കെടുത്തതിൽ വൻ നഷ്ടമാണ് ഇത്തവണ കർഷകർക്കുണ്ടായത്. സർക്കാരുമായി മില്ലുകാർ നടത്തിയ ചർച്ചയിൽ തീരുമാനം വൈകിയതാണ് നെല്ല് സംഭരണം വൈകാനിടയാക്കിയത്. സംഭരിക്കുന്ന 100 കിലോ നെല്ലിൽ നിന്ന് 68 കിലോ അരിയാണ് സർക്കാരിന് മില്ലുകാർ നൽകിയിരുന്നത്. നഷ്ടം മൂലം അരിയുടെ അളവ് കുറയ്ക്കണമെന്നായിരുന്നു മില്ലുകാരുടെ ആവശ്യം. ഒടുവിൽ 66 കിലോ ആയി കുറച്ചതോടെയാണ് മില്ലുകാർ നെല്ല് സംഭരണം തുടങ്ങിയത്. ഇത്തവണ വൈക്കോലിന് മികച്ച വില കിട്ടിയത് കർഷകർക്ക് ആശ്വാസമായി. ഒരു കെട്ട് വൈക്കോലിന് 120 മുതൽ 160 രൂപ വരെയാണ് വില കിട്ടിയത്. 80 ഏക്കറുള്ള കാഞ്ഞിരപ്പാടത്ത് ഇത്തവണ ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. TCV ന്യൂസ്, കുന്നംകുളം. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാപ്രാണം വർണ്ണ സിനിമാസ് ഇരിങ്ങാലക്കുട നഗരസഭ അധികൃതർ അടച്ചുപൂട്ടി. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ വർണ്ണ സിനിമാസിന്റെ സിനിമഗ്രഫി എക്സിബിഷൻ നിയമപ്രകാരമുള്ള ലൈസൻസ് പുതുക്കാതിരുന്നതും 2024 ഏപ്രിൽ മുതൽ വിനോദ നികുതി അടയ്ക്കാത്തതിലുമാണ് നഗരസഭ റവന്യൂ അധികൃതർ തിയേറ്റർ അടച്ചുപൂട്ടി സീൽ ചെയ്തത്.
തിയേറ്റർ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ തിയേറ്റർ ഉടമകൾക്ക് നഗരസഭാ അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ലൈസൻസ് പുതുക്കാതെ തിയേറ്റർ നടത്തിപ്പ് തുടരുന്നതായി തിയേറ്റർ ചെക്കിംഗ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നഗരസഭാ അധികൃതർ തിയേറ്ററിലെത്തി തിയേറ്റർ അടച്ചുപൂട്ടി സീൽ ചെയ്തത്. വർഷങ്ങൾക്ക് മുൻപാണ് തിയേറ്ററിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തിയേറ്റർ ഉടമയുടെ നേതൃത്വത്തിലുള്ള സംഘം സമീപവാസിയായ ഗൃഹനാഥനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കേച്ചേരി മേഖലാ സമ്മേളനം നടന്നു. സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് എംഡിയുമായ പ്രജേഷ് അച്ചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിഒഎ കേച്ചേരി മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് എംഡിയുമായ പ്രജേഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. അതാത് സമയത്തുള്ള ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി വൻകിട കമ്പനികൾ വലിയ പദ്ധതികളുമായി അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതകനുസരിച്ച് ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ മേഖലകൾ സംവിധാനങ്ങൾ വരുമ്പോൾ അതിനോടൊക്കെ തന്നെ നമുക്കും മത്സരിക്കാനും നമുക്കും നിലനിൽക്കാനും ഈ കോർപ്പറേറ്റുകൾക്കെതിരെ ഒരു ബദൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിപ്പിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സംഘടന ഒരുക്കിയിട്ടുണ്ട്. മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം AS പ്രസാദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സിഒഎ മേഖലാ സെക്രട്ടറി AR റജി പ്രവർത്തന റിപ്പോർട്ടും PP ബിജു ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ KV രാജൻ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിഒഎ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശ്, സിഡ്കോ ഡയറക്ടർ PM നാസർ, സിഒഎ ജില്ലാ ട്രഷറർ CG ജോസ്, തൃശൂർ കേരള വിഷൻ ഡയറക്ടർ KC ജോൺസൺ, സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. നാട്ടിക KMP സ്കൂളിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി വട്ടപ്പറമ്പിൽ സഹീർ മകൻ 25 വയസ്സുള്ള ഇർഫാനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നാട്ടിക സ്വദേശി പെരിങ്ങാട്ട് ശ്രീഹരിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് കിണറിന്റെ ആൾമറ ഇടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. മാവിൻചുവട് വട്ടപ്പുള്ളി വീട്ടിൽ 47 വയസ്സുള്ള ജയനാണ് മരിച്ചത്. പുതുക്കാട് അഗ്നിരക്ഷാസേന എത്തിയാണ് ജയനെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. പരിക്കേറ്റയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മൊബൈൽ ഫോണും ബൈക്കും കവർച്ച ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. ചളിങ്ങാട് സ്വദേശി പത്തമ്പുള്ളി വീട്ടിൽ നസ്മലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം ചാമക്കാല സ്വദേശി കിഴയപ്പാട്ട് വീട്ടിൽ നിസാമുദ്ദീനെ ആക്രമിച്ച കേസിലാണ് നടപടി. കയ്പമംഗലം SI ഋഷി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഈ കേസിലെ മറ്റു പ്രതികളായ ഷാബിദ്, ഫാസിൽ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പവേട്ട തുടരുന്നു. നിരവധി കേസുകളിലെ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ മുരിയാട് സ്വദേശി ഗുമ്മൻ സനീഷിനെ കാപ്പ ഉത്തരവ് പ്രകാരം 6 മാസത്തേക്ക് ജയിലിലടച്ചു. ആളൂർ, കൊടകര, പുതുക്കാട് സ്റ്റേഷനുകളിലായി 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സനീഷ്. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 85 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചതായി SP B കൃഷ്ണകുമാർ അറിയിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു.
തലസ്ഥാന നഗരിയുടെ അരങ്ങുണർത്താൻ സാംസ്കാരിക നഗരിയുടെ അപ്പ അമ്മ തിരുവനന്തപുരത്ത് നടക്കുന്ന ഭിന്നശേഷി പ്രതിഭകളുടെ കലോത്സവത്തിലെ നാടകാവതരണത്തിന്റെ ആവേശത്തിലാണ് തൃശൂർ അംഹയിലെ ഭിന്നശേഷി കൂട്ടുകാർ. തെരുവിൽ നിന്നും പോലീസ് കണ്ടെടുത്ത് അംഹയിലെത്തിച്ച അവന് സ്വന്തം പേര് പോലും പറയാൻ കഴിയില്ലായിരുന്നു. അവർ അവനെ മനു എന്ന് വിളിച്ചു. കൺമുന്നിലെത്തുന്നവരിലെല്ലാം മനു സ്വന്തം അപ്പനെയും അമ്മയെയും തേടി. ആ തേടലാണ് അപ്പ അമ്മ എന്ന നാടകം. മനുവിന്റെ മാതാപിതാക്കളെ തേടിയുള്ള നാടകയാത്ര ഒടുവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ തിരുവനന്തപുരം ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കുന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവമായ സവിശേഷയുടെ അരങ്ങിലുമെത്തി. കാര്യാട്ടുകര അംഹയിലെ 15 പേരാണ് കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്നത്. അരങ്ങിടത്തിന് അവകാശികളാകുന്നതിന്റെ ആനന്ദവും അഭിമാനവും അവരിൽ പ്രകടമായി. നാടകത്തിൽ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. കൂട്ടുകാരോടൊക്കെ അഭിനയിക്കാൻ ഇഷ്ടമാണോ? തകർത്ത് അഭിനയിച്ചോ? എന്താ ക്യാരക്ടർ? മുതലാളി. പൊളിച്ചടുക്കി. പോലീസാണോ? ഇടിയം പോലീസാണോ? അല്ല, ശരിക്കും പോലീസ്. എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ്? ഇത് എത്രാമത്തെ തവണ അഭിനയിക്കുന്നത്? 10ാമത്തെ. സന്തോഷമാണോ? സന്തോഷം. തുടർന്നും ഉണ്ടാവുമോ? ഉണ്ടാവും. കൂട്ടുകാർക്കൊപ്പം അതിഥിയായി നടൻ സുനിൽ സുഗതയും അരങ്ങിലെത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. കുട്ടികൾ അതിഗംഭീര അഭിനേതാക്കളാണ്. ഡിഫറൻ്റ്ലി ഏബിൾ എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായ വേർഡാണ്. അവർ സാധാരണ കുട്ടികളെക്കാട്ടും നല്ല കഴിവുകളുള്ളതും അങ്ങനത്തെ കുട്ടികൾ, നല്ല പ്രതിഭയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അരങ്ങിടം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് അതിനൊരു മുദ്രാവാക്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്തരം ആളുകളുടെ അടുത്ത് പോയി നാടകം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കഴിയുന്നോളം അവരോടൊപ്പം വർക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് എനിക്കൊരു എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തൃശൂർ രംഗചേതന ആർട്ടിസ്റ്റിക് ഡയറക്ടറായ KV ഗണേഷാണ് 40 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. കഴിഞ്ഞ 20 വർഷമായിട്ട് രംഗചേതനയും അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 10ാമത്തെ നാടകമായിട്ടുള്ള അപ്പ അമ്മ എന്ന് പറയുന്ന നാടകം കുട്ടികളോടൊപ്പം അതിൻ്റെ ഒരു എൻഡില് ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് സുനിൽ സുഗത കയറി വരുന്നുണ്ട്. അമ്മയിലെ കുട്ടികളുടെ മിക്കവാറും നാടകത്തിൽ സുനിലിൻ്റെ ഒരു ഗസ്റ്റായിട്ട് അവരോടൊപ്പം ചേരാറുണ്ട്. അത് സുനിലിനും സന്തോഷമുള്ള കാര്യമാണ്. അമ്മയിലെ മക്കൾക്കാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാണ്. വർഷങ്ങളായി അംഹയിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കായി രംഗചേതന തിയേറ്റർ തെറാപ്പി നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായി അരങ്ങിലെത്തുന്ന 10ാമത് നാടകമാണ് അപ്പ അമ്മ. കാഴ്ചയുടെ വസന്തം തീർത്ത് പൂരനഗരിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പുഷ്പോത്സവം കണ്ടാസ്വദിച്ചാണ് സംഘം തലസ്ഥാന നഗരിയിലെ അരങ്ങിലേക്ക് യാത്രയായത്. ശക്തൻ നഗർ ഗ്രൗണ്ടിലെ പുഷ്പോത്സവ വേദിയിലും കൂട്ടുകാരുടെ നാടകം അരങ്ങേറും. പരിമിതികളെ അവസരങ്ങളാക്കി മാറ്റി തൃശൂർ അമ്മയിലെ കൂട്ടുകാർ ഇനി തലസ്ഥാന നഗരിയിലെ അരങ്ങിൽ കാണാം. മികച്ച അഭിനയ പ്രകടനങ്ങളുമായി തൃശൂരിൽ നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി AC മൊയ്തീൻ MLA അറിയിച്ചു. സിഗ്നൽ സംവിധാനം കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കെൽട്രോണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായ സ്ഥലങ്ങളിൽ ഹമ്പുകൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകി. നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിക്കുമെന്ന് MLA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ആവേശമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 30ഓളം ഗജവീരന്മാർ അണിനിരന്നു. ബുധനാഴ്ച രാവിലെ നടക്കുന്ന ആറാട്ടോടെ ഉത്സവാഘോഷം സമാപിക്കും.
സ്വർണ്ണവില കുതിച്ചുയർന്നു. നിലവിലെ എല്ലാ റെക്കോർഡുകളും മറികടന്നാണ് വിലയിൽ വർധനവ് രേഖപ്പെടുത്തിയത്. ചൊവ്വാഴ്ച 2 തവണയാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. ഒരു പവന് 3160 രൂപയുടെ വർധനവാണ് ചൊവ്വാഴ്ച ഉണ്ടായത്. ഇതോടെ വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,10,14,400 രൂപയായി. ഗ്രാമിന് 395 രൂപ വർദ്ധിച്ച് 13,800 രൂപയിലെത്തി. സ്വർണത്തിനൊപ്പം വെള്ളിവിലയും വർദ്ധിച്ചു. ഇനി നമുക്ക് സാജനെ പരിചയപ്പെടാം. തന്റെ സ്വന്തം ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് സാജൻ. താൻ ഉണ്ടാക്കുന്ന പപ്പടം ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കുന്ന തനത് ശൈലിയാണ് ഈ ചെറുപ്പക്കാരനെ വ്യത്യസ്തനാക്കുന്നത്. സാറേ, ഗുഡ് ആഫ്റ്റർനൂൺ. ബിസിയാണോ? ബിസിയാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്തേ, ക്ഷമിക്കണേ. ഒരു മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി. സാറേ, ഒരു പേര് പപ്പടം എടുത്തൂടെ? ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ശീലിച്ച രീതിയാണ് താൻ ഇപ്പോഴും തുടർന്നു പോരുന്നതെന്ന് സാജൻ പറയുന്നു. ഏത് തൊഴിലിനും അതിന്റേതായ വിലയുണ്ടെന്ന് തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് മതിലകം കൂളിമുട്ടം സ്വദേശിയായ ഈ 35-കാരൻ. മുൻപ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. അപകടത്തെ തുടർന്ന് കൈക്ക് പരിക്കേറ്റ് തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സാജൻ പപ്പട നിർമ്മാണത്തിലേക്ക് തിരിയുന്നത്. ഞാൻ ആദ്യം കൽപ്പനയാണ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് ഒരു സർജറി കഴിഞ്ഞിരുന്നു. കൈക്കൊരു ആക്സിഡന്റ് ആയിട്ടേ മാർക്കര മൂളിന്നൊക്കെ വീണിട്ടൊക്കെ. അപ്പൊ വൈഫും ഒക്കെയാണ് പെങ്ങന്മാരൊക്കെ കൂടെ പ്ലാൻ ചെയ്താണ് നമുക്ക് ഇങ്ങനെ തുടങ്ങിയാലോ എന്നും പറഞ്ഞു. അതിനപ്പോ ആദ്യം വീടുകളിലാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പൊ ഞാൻ ശബരിമല കഴിഞ്ഞ വർഷം ശബരിമലയ്ക്ക് മാല കിട്ടപ്പോ വീടുകളിൽ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അമ്പലത്തിൽ സെയിൽ വന്നു തുടങ്ങിയത് 2017-18 ഇവിടെ അല്ല, ബാംഗ്ലൂര് വർക്ക് ചെയ്തിട്ടുണ്ട് മെഡിസിൻ കമ്പനിയിൽ പാക്കിംഗ് സെക്ഷനിലെ. അപ്പൊ അവിടെ നമ്മ ഈ കസ്റ്റമറായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം, അപ്പൊ ആ സ്റ്റൈൽ അങ്ങനെ വന്നത്. ഉപഭോക്താക്കളെ മാന്യമായി സമീപിച്ച് അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിലൂടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് സാജൻ പറയുന്നു. മകൻ അലങ്കൃതിന്റെ വിളിപ്പേരായ അല്ലൂസാണ് പപ്പടത്തിന്റെ ബ്രാൻഡ് നെയിം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർമാർക്ക് തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് സ്വീകരണം നൽകി. മറാൻഡ്രൂസ് താഴത്ത് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, BJP പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് C. മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ഭിന്നശേഷി പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡ് വേലൂർ പഞ്ചായത്ത് ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി R. ബിന്ദുവിൽ നിന്ന് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷൈനി ജിബിൻ, അഷ്ന, ജമീല രാജീവ്, അംഗങ്ങളായ ബിന്ദു നന്ദനൻ, ഗീത ബാലകൃഷ്ണൻ, ബഡ് സ്കൂൾ അധ്യാപിക അഞ്ജു ജയൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,500 രൂപ, പവന് 1,10,14,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഒല്ലൂർ സീറ്റിൽ വരത്തന്മാർ വേണ്ടെന്ന സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുകൾ. മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ KPCC പ്രസിഡന്റിന് കത്തയച്ചു. വാഴാനി ഡാം റിസർവോയറിന് സമീപം കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വെറ്ററിനറി സർജൻ എത്തും. ചാഴൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. തേവർ റോഡ്, പൊട്ടുച്ചിറ പ്രദേശങ്ങളിലെ 1000-ഓളം വീട്ടുകാർ കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്നു. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുങ്ങുന്നു. 15 ഹെക്ടർ വരുന്ന വലിയ ജലാശയമാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി കൈമാറുന്നത്. പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ നെല്ലാണ് സംഭരിച്ചത്. മാപ്രാണം വർണ്ണ സിനിമാസ് ഇരിങ്ങാലക്കുട നഗരസഭാ അധികൃതർ അടച്ചുപൂട്ടി. ലൈസൻസ് പുതുക്കാതിരുന്നതിനെ തുടർന്നാണ് സിനിമാ തിയേറ്റർ പൂട്ടി സീൽ ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.